കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ അർത്ഥതലങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും വാസ്തവത്തിൽ ഭാരതത്തിലെ BJPയുടെ മുന്നേറ്റം കണ്ട് തകർന്നിരിക്കുകയാണ്. ഓരോ ദിവസവും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രാഷ്ട്രീയ മേഖലയിൽ അവർ തിരിച്ചടി നേരിടുമ്പോൾ മാനസികമായ വിഭ്രാന്തിയിലാണ്. കെ മുരളീധരൻ്റെ ഏറ്റവും അവസാനത്തെ ഇന്നത്തെ രാവിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം. കെ മുരളീധരൻ പറഞ്ഞത് BJPയിൽ നേതൃത്വമില്ല എന്നാണ്. എനിക്ക് കെ മുരളീധരനോട് പറയാനുള്ളത്, ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതൃത്വം ഒന്ന് ശരിയാക്കുക. തോറ്റു തൊപ്പി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ വെടുവായുത്തരം ഒന്നും വേണ്ട. BJPയുടെ കാര്യം നോക്കാൻ BJPക്ക് അറിയാം. നല്ല കൊള്ളാവുന്ന നേതൃത്വം, ജാതി മത ഭാഷ വേഷ വർണ്ണവർഗത്തിനപ്പുറം ഈ കേരളത്തിന് വികസനം ഉണ്ടാക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന കൊള്ളാവുന്ന നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ആ നേതൃത്വം BJPയെ നയിക്കുന്നുണ്ട്. കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിലെ പ്രശ്നം ആദ്യം അദ്ദേഹം പരിഹരിക്കട്ടെ, എന്നിട്ട് മതി അദ്ദേഹം BJPയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ. BJPയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ കൊള്ളാവുന്നവരുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ സ്വന്തം പാർട്ടി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കടൽ കണ്ട അപ്പം ചാടും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് കടൽ കണ്ട ചാടണ്ട, രാഹുൽ ഗാന്ധിക്കാണ് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകേണ്ടത്. കോൺഗ്രസിൻ്റെ നേതൃത്വം തകർന്നിരിക്കുന്നു എന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ MP, വിശ്വവിഖ്യാത നേതാവ്, അദ്ദേഹവും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വം കെ മുരളീധരൻ ആദ്യം കോൺഗ്രസിൽ ശരിയാക്കട്ടെ, എന്നിട്ട് മതി BJPയിലേക്കുള്ള വരവ്. കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJP ഉജ്ജ്വല വിജയം നേടും. BJP വികസിത കേരളം എന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നേറുകയാണ്. ഈ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും BJPയെ തോൽപ്പിക്കാൻ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് മതമൗലിക വിഭജന രാഷ്ട്രീയവാദികളോടൊപ്പം ചേരുകയാണ് കോൺഗ്രസ്. BJPയുടെ ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിച്ചാൽ നിർത്താം. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രാജ്യവിരുദ്ധരായിട്ടുള്ള, രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന മതമൗലിക വിഘടനവാദ ശക്തികളുമായി നേരിട്ടോ അല്ലാതെയോ സഖ്യമുണ്ടാക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും തയ്യാറാണോ എന്ന ചോദ്യവും BJP മുന്നോട്ട് വയ്ക്കുകയാണ്. അല്ലാതെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്തിനാ പറയണേ? പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതാണ് പാർട്ടിയുടെ ഒരു തീരുമാനം. ഓൾറെഡി പ്രസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് മുന്നണികളും അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്ത് വലിയ രീതിയിൽ നിങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും അത് മറ്റു അല്ല, അങ്ങനെ അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും, സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും, സംഘടനാപരമായിട്ട് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒക്കെ അല്ല, ഞാൻ പറഞ്ഞ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റില്ല. ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് മാവൂർ റോഡിൽ പ്രഖ്യാപിച്ചിട്ടില്ല. മാവൂർ റോഡ് BJPക്ക് ഒരു സാധ്യതയുള്ള ഡിവിഷനാണ്. അതെന്താണ് വൈകുന്നത്? മറ്റൊന്ന്, എരഞ്ഞിപ്പാലത്ത് കോൺഗ്രസിലെ പ്രശ്നത്തെ തുടർന്ന് DCCയുടെ ജനറൽ സെക്രട്ടറി ഇന്നലെ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ BJP പിന്താങ്ങുമോ? എന്താണ് ഇതിലുള്ള നിലപാട്? ഇനിയും പ്രഖ്യാപിക്കാനുള്ള സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഉചിതമായ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പാർട്ടിയുടെ തീരുമാനമല്ലേ? അല്ല, അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. ജയിക്കാൻ എന്താ വഴി, അതാണ് നമ്മൾ നോക്കുന്നത്. ജയം മാത്രം ലക്ഷ്യം. ആ ജയം BJP ജയിക്കണം, BJPയുടെ NDA അതാണ്. അല്ലാണ്ട് BJP മാത്രമല്ലല്ലോ, NDA ജയിക്കണം. അതിന് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജി വേണമോ ആ സ്ട്രാറ്റജി ഒക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഒരുപക്ഷെ ഒരു ദിവസം വൈകിയേക്കാം, 2 ദിവസം വൈകിയേക്കാം. അതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അത്രയേ ഉള്ളൂ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലമാണ് കേരളം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിന് ഉത്തരം നേരത്തെ ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനപ്പോൾ ഒരു 10-15 പ്രാവശ്യം ആത്മഹത്യ സമയത്ത് അല്ല, അത് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ താല്പര്യപ്രകാരവും അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും ചെയ്യുന്നതാണ്. ഇനിയുണ്ടല്ലോ, ഇനി അനൗൺസ് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്യും. മറ്റ് മുന്നണികളിലെ പ്രശ്നങ്ങളെ നിങ്ങൾ കൃത്യമായി എൻഗേജ് ചെയ്യും. ഇപ്പം ലീഗിൽ വലിയ രീതിയിൽ തർക്കം നടക്കുന്നുണ്ട്. ഇന്നലെ അവിടെ 35 പേര് രാജിവെച്ചിട്ടുണ്ട് ഒരു ഡിവിഷനിൽ. അതുപോലെ കോൺഗ്രസിലെ DCC സെക്രട്ടറി ഇന്നലെ രാജിവെച്ചു. ഇന്നിപ്പോൾ ഒരു DCC മെമ്പർ DCCക്കെതിരെ പരാതിയുമായി വന്നിട്ട് പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത്തരം ആൾക്കാരെ നിങ്ങൾ ഈ അടുത്ത ലിസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ദീപകിനത് മനസ്സിലാവുമല്ലോ. BJP ജയിക്കാൻ വേണ്ട സ്ട്രാറ്റജി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അത് അപ്പുറത്തുള്ളവരാണോ ഇപ്പുറത്തുള്ളവരാണോ കൂടെയുള്ളവരാണോ കൂടെ ഇല്ലാത്തവരാണോ, ദാറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്. എന്താണോ ജയം അതിന് പറ്റിയ സ്ട്രാറ്റജി ഉണ്ടാകും. എന്തോ കേട്ടില്ലേ? കേരളത്തിലെ എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് BJP ആണ്. എല്ലാവർക്കും. വാസ്തവത്തിൽ അത് പരിഹരിക്കേണ്ടത് ഇടതുപക്ഷം വലതുപക്ഷം. അവർ കുറച്ചുകൂടി നന്നാക്കണം. അപ്പോൾ പിന്നെ ആ ഓപ്ഷൻ ഉണ്ടാവില്ലല്ലോ. അവർ കുറച്ച് നന്നാവാത്തതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവരാണത് ശരിയാക്കേണ്ടത്. ഞാൻ കോർ കമ്മിറ്റി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞല്ലോ. കോർ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ കോർ കമ്മിറ്റിയിലുള്ള എന്താ ഞാൻ പറഞ്ഞല്ലോ, കോർ കമ്മിറ്റിയിൽ ഇരുന്ന ആളാണല്ലോ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അല്ല, ഒരു മിനിറ്റ്. ഓ, അപ്പോൾ VK സജീവൻ ഉന്നയിച്ചതാണോ നിങ്ങൾ പറയണേ? ആണോ? VK സജീവൻ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടില്ല. വളരെ കൃത്യം. ഞാൻ ആ പേര് പറഞ്ഞുകൊണ്ട് പറയാണ്, VK സജീവൻ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഉന്നയിക്കേണ്ടത് പറയേണ്ടത് എന്നോടാണ്. കാരണം ഇവിടുത്തെ മേഖലാ പ്രഭാരിയാണ് ഞാൻ. എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, അവിടെ ഉന്നയിച്ചിട്ടുമില്ല.